ബിഗ് ബോസ് സീസൺ 6 വിജയമായിരുന്നു ജിൻഡോ. തുടക്കത്തിൽ തന്നെ മണ്ടൻ എന്ന മുദ്ര കുത്തി പരിഹസിച്ച ജിൻഡോ എങ്ങനെയാണ് വിജയിച്ചെന്ന് പലർക്കും സംശയമുണ്ടായിരുന്നു. ആ ഒരു കാര്യം ഇപ്പോൾ തുറന്നു പറയുകയാണ് ജിൻഡോ. താൻ എങ്ങനെയാണ് ബിഗ് ബോസ് വിജയിച്ചതെന്നും എങ്ങനെയാണ് ഇനി ഷോയിൽ വിജയിക്കാൻ സാധിക്കുകയെന്നും ജിൻഡോ പറഞ്ഞിരിക്കുകയാണ്. ജിൻഡോയുടെ വാക്കുകൾ ഇങ്ങനെ: തുടക്കം മുതൽ തന്നെ ഞാൻ ടോപ്പ് 5-ൽ ഉൾപ്പെടുമെന്ന് ബിഗ് ബോസ് അണിയറ പ്രവർത്തകർ കണക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം അവർക്കറിയാം, എൻ്റെ കളികൾ അവർ മനസ്സിലാക്കിയിരുന്നു. ജാസ്മിൻ തന്നെ പറഞ്ഞിട്ടുണ്ടോ, ജിൻഡോ കളിക്കുന്നത് എന്തോ ആയിക്കോട്ടെ അത് ക്ലിക്കാകുന്നുണ്ടെന്ന്. ഞാൻ കയറി വരുമ്പോൾ എന്നെ എങ്ങനെ അടിച്ചു താഴ്ത്താമെന്നാണ് എല്ലാവരും ആലോചിച്ചിരുന്നത്. പക്ഷേ 24 പേരെ കൊണ്ട് അത് സാധിക്കില്ലെന്ന് എനിക്കറിയാം. 8 ഫിറ്റ്നസ് സെൻറ്റർ നടത്തുന്ന ആളാണ് ഞാൻ. പിച്ചക്കാർ മുതൽ പോലീസിനെ തലപ്പത്തിരിക്കുന്നത് വരെ ട്രെയിലർ ചെയ്ത ആൾ. അതുകൊണ്ട് തന്നെ ആളുകളെ മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കുമെന്നും അവർ എന്ത് സംസാരിച്ചാലും എനിക്ക് കിട്ടുമെന്നും ജിൻഡോ പറയുന്നുണ്ട്. മദർ തെരേസ അവാർഡ് കിട്ടിയ ആളാണ്. പക്ഷേ ഇതൊന്നും ചർച്ചയാക്കാൻ ഞാൻ അന്ന് താല്പര്യപ്പെട്ടില്ല. ഞാൻ സഹായിച്ചവരൊക്കെ എന്നെ പിന്തുണച്ചിട്ടുണ്ട്. ബിഗ് ബോസ് വിജയിക്കാൻ 3 വർഷം ഞാൻ പണിയെടുത്തിട്ടുണ്ടെന്ന് ജിൻഡോ പറയുന്നു. വലിയ ഡെഡിക്കേഷൻ ഇതിന് ആവശ്യമാണെന്നും മണ്ടൻ ടാഗാണ് എനിക്ക് ആദ്യം തന്നെ കിട്ടിയത്. അത് ഞാൻ സമ്മതിച്ചു കൊടുക്കുകയും ചെയ്തു. ദേഷ്യപ്പെടുകയല്ല ചെയ്തത്. പലതരത്തിലും എന്നെ അവിടെ നിന്ന് കളിയാക്കി. ഇത്രയൊക്കെ ആയിട്ടും ഞാൻ കപ്പടിച്ചിട്ടില്ലേ എന്നാണ് ജിൻഡോ ചോദിക്കുന്നത്. ക്യാമറയുടെ മുന്നിലാണ് നമ്മൾ എന്ന ബോധം 100% വേണമെന്നും ആ ബോധമില്ലെങ്കിൽ പണി കിട്ടുമെന്നും ജിൻഡോ കൂട്ടിച്ചേർത്തു. ഞാൻ അറിയുന്ന ആളുകൾ മാത്രമല്ല എനിക്ക് വോട്ട് ചെയ്തത്. ബിഗ് ബോസിലെ ഗെയിം എന്താണെന്ന് പഠിക്കണമെന്നും അല്ലെങ്കിൽ പണി പാളുമെന്നും പറയുന്നുണ്ട്. ഒരാഴ്ച ഞാൻ ശരിക്കും സൈലൻ്റായി. ആളുകളെ പഠിക്കാൻ വേണ്ടിയാണ് അത്. ബിഗ് ബോസ് വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരികയെന്നും എങ്ങനെ ജയിപ്പിക്കും. ഞാൻ കളിച്ച കളികൾ ജെനുവിനായിരുന്നു. പക്ഷേ ആളുകളെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ കളിച്ചത്. അവിടുത്തെ ഒരു കുഴപ്പം, നിങ്ങൾ ഒരാളെക്കുറിച്ച് നല്ലത് പറഞ്ഞ് പിന്നീട് അവരെ പറ്റി മറ്റൊരാളോട് കുറ്റം പറഞ്ഞാൽ ഇത് ജനങ്ങൾ മനസ്സിലാക്കും. ക്യാമറ ഉണ്ടെന്ന് മനസ്സിലാക്കി ബ്രില്യൻ ഗെയിം കളിക്കണമെന്നും ജിൻഡോ കൂട്ടിച്ചേർത്തു. ആദ്യം ഞാൻ ശത്രുവിനെ മനസ്സിലാക്കി. നന്നായി സംസാരിക്കാൻ അറിയുന്ന ആളെ തിരിച്ചറിഞ്ഞു. അത് ഗബ്രിയായിരുന്നു. ഗബ്രിയെ ഞാൻ ലക്ഷ്യം വയ്ക്കുമ്പോൾ ജാസ്മിൻ പ്രതികരിക്കും. അതെനിക്കറിയാം. അത്തരത്തിലാണ് ഞാൻ കളിച്ചത്.